റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലൊരു ക്വസ്റ്റ്യൻ അത് എയും ബി എന്ന് പറഞ്ഞിട്ട് 2 സെറ്റ്സ് തന്നിട്ടുണ്ട്. എ ക്രോസ് ബിയിൽ നിന്ന് ബി ക്രോസ് എയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിലെ മെയിൻ വ്യത്യാസം ഇതാണ്. ഡൊമൈൻ എ ക്രോസ് ബിയും കോഡൊമൈൻ ബി ക്രോസ് എ ആണ്. നോർമലി ഇങ്ങനെ എല്ലാ ഡൊമൈനും കോഡൊമൈനും ഉണ്ടാവാറുള്ളത്. അതിൻ്റെ വ്യത്യാസം ആൻസറിലും ഉണ്ടാവും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി എ എന്നാണ്. അതായത് നമ്മൾ എ ബി എന്നൊരു എലമെൻ്റ് എടുത്താൽ, സാധാരണ ഒരു എലമെൻ്റ് അല്ലേ എടുക്കാറുള്ളൂ, ഇത് എയും ബിയും എന്തിനും എടുത്തിരിക്കണം എന്നൊക്കെ ഡൗട്ട് വരും. കാരണം ഡൊമൈൻ എ ക്രോസ് ബി ആണ്, ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അടുത്തൊരു എലമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഫോമാറ്റിൽ ഓർഡേർഡ് പെയർ ആയിരിക്കും. അപ്പോൾ എ ബി എന്നൊരു ഒറ്റ എലമെൻറ്റ് നിങ്ങൾ എടുത്താൽ അതിൻ്റെ ഇമേജ് ബി എ ആയിരിക്കും. അതായത് 1 ഇമേജ് 2 ആയിരിക്കും, 3 ഇമേജ് 2 ആയിരിക്കും ആ ഫോമാറ്റിൽ. ശരിക്കും ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ വേണം, എ ബി എന്നുള്ള എലമെൻറ്റിൻ്റെ ബ്രാക്കറ്റും പിന്നെ എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടില്ലേ. ഓക്കെ, അതിൽ കൺവീനിയൻസിന് വേണ്ടി ഒഴിവാക്കിയിരിക്കാം. അപ്പോൾ ബി ആണ് അതിൻ്റെ ഇമേജ്. അത് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ബൈജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ആണെന്ന് 1 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ക്രോസ് ബി നിന്ന് ബി ക്രോസ് എക്കുള്ള ഫംഗ്ഷനാണ്. ഞാൻ ആദ്യം എഴുതിയപ്പോഴേ തെറ്റിപ്പോയതാണ്. എ ക്രോസ് ബി നിന്ന് എ ക്രോസ് ബിക്ക് അല്ല, ബി ക്രോസ് എ ആണ്. അതിൻ്റെ വ്യത്യാസം ആൻസറിൽ ഉണ്ടാവേ. ഇനി ഡിഫൈൻ ചെയ്തിട്ടുള്ള എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി ആണ്. നമുക്ക് ഇത്രയും മതി. ആദ്യം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. 1 1 ആവാനുള്ള ഡെഫിനേഷൻ നമുക്കറിയാം, അല്ലെങ്കിൽ ആ മെത്തേഡ് ഓൺ ടുവിൻ്റെക്കാട്ടിൽ എളുപ്പമാണ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2. ഇതാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. അതായത് ഒരു എക്സ് 1 ഒരു എക്സ് 2 എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കേണ്ട എക്സ് 1 ഉം എക്സ് 2 ഡൊമൈനത്തെ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡൊമൈനിൽ 2 പേരെ എടുക്കണം. ഡൊമൈൻ എ ക്രോസ് ബി ആയതുകൊണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡൊമൈനിൽ ഒരു എലമെൻറ്റ് A1 B1, അടുത്ത എലമെൻറ്റ് A2 B2. ഓക്കെ, അപ്പോൾ A1 B1 എന്നും A2 B2 എന്ന് 2 എലമെൻറ്റ്സ് ഞാൻ എ ക്രോസ് ബി എന്ന് എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ x1 എന്ന് കരുതുക, ഇതാണ് x2. ഓക്കെ, എന്ത് അസ്യൂം ചെയ്യുക? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് അസ്യൂം ചെയ്യുക. x1 ഈക്വൽ ടു x2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എഫ് ഓഫ് A1 B1, അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി ഡെഫിനിഷൻ ഫോളോ ചെയ്യുക മാത്രം ചെയ്താൽ മതി. എഫ് ഓഫ് A1 B1 എന്താ ഡെഫിനിഷൻ പ്രകാരം? എഫ് ഓഫ് എ ബി പറഞ്ഞാൽ ബി എ ആണ്. അപ്പോൾ എഫ് ഓഫ് A1 B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തലതിരിച്ചിടുക B1 A1. ഓക്കെ, അതുപോലെ എഫ് ഓഫ് A2 B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? തലതിരിച്ചിടുക B2 A2 എന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതാണ് കേട്ടോ, ഇമേജാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇമേജാണ് B2 A2 എഴുതിയിരുന്നത്. ഇനി 2 ഓർഡർ പെയേഴ്സ് എപ്പോഴാണ് ഈക്വൽ ആവുക? B1 A1 ഈക്വൽ ടു B2 A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ഈക്വൽ ടു B2 ആവണം, A1 ഈക്വൽ ടു A2 ആവണം. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് B1 ഈക്വൽ ടു B2 എന്ന് പറയാം, A1 ഈക്വൽ ടു A2. കാരണം ഇത് ഈക്വൽ ആണെന്നല്ലേ നമ്മൾ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഈക്വൽ ആവണം, സെക്കൻഡ് എലമെൻറ്റ്സ് ഈക്വൽ ആവണം. എടാ, B1 ഉം B2 ഉം ഈക്വൽ ആണ്, A1 ഉം A2 ഉം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് A1 B1 ഈക്വൽ ടു A2 B2 എന്ന് പറഞ്ഞൂടെ? മനസ്സിലായില്ല? B1 ഉം B2 സെയിം ആണ്, അതുപോലെ A1 ഉം A2 സെയിം ആണ്. അപ്പോൾ എനിക്ക് B1 A1 ഈക്വൽ ടു B2 A2 എന്ന് പറയുന്ന പോലെ തന്നെ A1 B1 A1 B1 എന്നുള്ളതിനെ A1ന് പകരം A2 എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, B1ന് പകരം B2 എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A1 B1 ഈക്വൽ ടു A2 B2 എന്ന് വരില്ലേ? നമ്മുടെ ക്ലെയിം കംപ്ലീറ്റ് ആയി. A1 B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ x1 ആണ്, A2 B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 ആണ്. കംപ്ലീറ്റ് ആയി. ഓക്കെ, ജസ്റ്റ് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. ദെർഫോർ എഫ് ഈസ് 1 1. ഇത്രയുള്ള പ്രൂഫ്. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റെക്ക് ആയിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്കിലേക്ക് പോയിട്ട് കണ്ടു നോക്കുക. ഇനി അടുത്ത ഓൺ ടു പേജ് മറക്കേണ്ട വന്നുകൊണ്ട് ഞാൻ ഫംഗ്ഷൻ ഒന്നും കൂടെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഡെഫിനിഷൻ നല്ല വൃത്തിയായി മനസ്സിലാക്കി വയ്ക്കുക. എഫ് ഫ്രം എ ക്രോസ് ബി ടു ബി ക്രോസ് എ, എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി എ അല്ലേ. എഫ് ഓൺ ടു ആണ് പ്രൂവ് ചെയ്യണം. ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ കുറച്ച് 1 1ൻ്റെ പോലെയല്ല. നമ്മുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ എഫ് ഫ്രം എ ടു ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഫോർ എനി y ബിലോങ്സ് ടു ബി, ഇവിടുത്തെ കോഡൊമൈനിൽ ഏതൊരു y എടുത്തു കഴിഞ്ഞാലും there exists and x belongs to a, ഇവിടെ ഒരു x ഉണ്ടായിരിക്കണം, എയിലൊരു x ഉണ്ടായിരിക്കണം, such that ആ എക്സിൻ്റെ ഇമേജ് y ആയിരിക്കണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഇതാണ് ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ. ഇത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബിയിലത്തെ ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും എയിലൊരാളെ കിട്ടണം, ആ എയിലത്തെ ആളുടെ ഇമേജ് നമ്മളെടുത്ത ബിയിൽ വൈ ആയിരിക്കണം. ഓക്കെ, ശരി, നമുക്ക് ആ ട്രാക്ക് തന്നെ നോക്കി വെക്കാം. അപ്പോൾ ഞാൻ ബി ക്രോസ്, ഇതാണ് നമ്മുടെ കോഡൊമൈൻ. ഇവിടെ നോർമൽ കോഡൊമൈൻ അല്ല, ബി ക്രോസ് എന്ന കോഡൊമൈനാണ്. ബി ക്രോസ് എയിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് എക്സ് വൈ, നിങ്ങൾ എ ബിന്നോ
അപ്പോൾ എ ബി എന്നൊക്കെ എടുത്തുള്ള കൺഫ്യൂഷൻ ഇവിടെ ബി ക്രോസ് ആയതുകൊണ്ടേ എ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ നേരെ തല തിരിഞ്ഞ് ഇത് എ ഇവിടെ ബി പിന്നെ ഇവിടെ ബി തല തിരിഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ജനറലായിട്ടൊരു എക്സ് വൈ നിങ്ങൾക്ക് എങ്ങനെയാണ് എം എൻ എന്നോ പി ക്യൂ എന്നോ അങ്ങനെയാണല്ലോ എടുക്കാം. ഞാൻ എക്സ് വൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെൻറ്റ് ഞാൻ എക്സ് വൈ എന്ന് എടുത്തിട്ടുണ്ട്. അതിനൊരു പ്രീമേജ് നമ്മളിവിടെ കണ്ടുപിടിക്കണം എന്നാണ്. അപ്പോൾ ഏത് പ്രീമേജ് കണ്ടുപിടിക്കുന്നുള്ളതാണ് ചോദ്യം. ഞാൻ കുറച്ച് വരികൾ എഴുതിയെന്നേ ഉള്ളൂ, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ തീർക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻ എലമെൻറ്റ് ഫ്രം കോഡൊമൈനിൽ നിന്ന് ഒരു എലമെൻറ്റ് ഞാൻ എടുത്തു. ഓക്കെ, ഇനി വി നീഡ് ടു ഫൈൻഡ് ആൻ എലമെൻറ്റ് ഇൻ ഡൊമൈൻസ് whose image is എക്സ് വൈ. അപ്പോൾ നമ്മൾ ഈ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡൊമൈനിൽ ഒരാളെ കണ്ടുപിടിക്കണം, അതിൻ്റെ ഇമേജ് ഈ എക്സ് വൈ ആയിട്ട് വരണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കണ്ട കേട്ടോ. ഈ ബ്രാക്കറ്റിലുള്ളതും ഇതൊന്നും എഴുതണമെന്ന് നിർബന്ധമില്ല, എഴുതി കഴിഞ്ഞാൽ നല്ലത്. ഓക്കെ, അപ്പോൾ അതിനൊന്നും സമയം താകിയില്ല, ഇതൊന്നും എഴുതണമെന്നില്ല. അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ബി ക്രോസ് എ അല്ലേ നമ്മുടെ അസംഷൻ. സിമ്പിൾ വഴിയാണ്. എക്സ് വൈ ബിലോങ്സ് ടു ബി ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡേഡ് പെയർ എഴുതുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ബിയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് എയിൽ നിന്നും വേണം എടുക്കാൻ. അപ്പോൾ എനിക്ക് എക്സ് വൈ ബിലോങ്സ് ടു ബി ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിയിൽ നിന്നും വൈ എയിൽ നിന്നും ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് എക്സ് ബിലോങ്സ് ടു ബി വൈ ബിലോങ്സ് ടു എന്നുള്ളത് തല തിരിച്ച് എഴുതി. വൈ ബിലോങ്സ് ടു എ എക്സ് ബിലോങ്സ് ടു ബി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എഴുതാലോ, കുഴപ്പമില്ല. എടാ വൈ ബിലോങ്സ് ടു എ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ക്രോസ് ബി എഴുതുമ്പോൾ നമ്മൾ ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എയിലത്തെ എല്ലാവരെയും ബിയിലത്തെ എല്ലാവരുമായിട്ട് ക്രോസ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എയിലത്തെ ഒരു എലമെൻറ്റാണ് വൈ, ബിയിലത്തെ ഒരു എലമെൻറ്റാണ് എക്സ്. ഓക്കെ, അപ്പോൾ വൈ എക്സ് എന്ന ഓർഡേഡ് പെയർ എ ക്രോസ് ബിയിൽ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താ? ഡൊമൈനിൽ അതായത് എ ക്രോസ് ബിയിൽ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇമേജ് എക്സ് വൈ ആയിട്ട് വരണം. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇത്രയൊന്നും കഥകൾ എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, എക്സ് വൈ ആരുടെ ഇമേജ് ആയിട്ടാവും വരിക? ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നൊക്കെ തലതിരിച്ചിടുക എന്നുള്ള ഇതാണ്. അപ്പോൾ എക്സ് വൈ ആരുടെ എലമെൻ്റ് ആയിട്ട് ആരെ തലതിരിച്ച് കഴിഞ്ഞാൽ എക്സ് വൈ കിട്ടുക? വൈ എക്സിനെ തലതിരിച്ചാലല്ലേ. അപ്പോൾ വൈ എക്സ് എക്സ് വൈ ബി ക്രോസ് എയിലെ എലമെൻ്റ് ആണെങ്കിൽ വൈ എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എ ക്രോസ് ബിയിലെ എലമെൻ്റ് ആയിരിക്കും. അവിടെ തന്നെ ആലോചിച്ചാൽ കിട്ടും, ഡയറക്റ്റായിട്ട് എഴുതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വൈ എക്സ് എ ക്രോസ് ബിയിലത്തെ ഒരു എലമെൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ആ വൈ എക്സിൻ്റെ ഇമേജ് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താ വരിക? എഫ് ഓഫ് വൈ എക്സ് എന്താ ഡെഫിനിഷൻ പ്രകാരം? എഫ് ഓഫ് വൈ എക്സ് എന്താ ഫംഗ്ഷൻ ചെയ്യുന്നത്? തലതിരിച്ചിടുക എന്നുള്ളതാണ്. എ ബി എന്നുള്ളത് ബി ആക്കും. അപ്പോൾ എഫ് ഓഫ് വൈ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ എക്സ് വൈ, അതായത് എക്സ് വൈ ഇമേജായി വരുന്ന ഒരാളെ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ എക്സ് വൈൻ്റെ ഒരു പ്രീ ഇമേജ് കിട്ടി. ഓക്കെ, എക്സ് വൈ ഹാസ് എ പ്രീ ഇമേജ്, അങ്ങനെ കിട്ടി. ഹെൻസ് എഫ് ഈസ് ഓൺട്. ഇത്ര മതി, ഇത്രയും എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആർബിട്രറി ആയിട്ട് എക്സ് വൈ നമ്മുടെ കോഡൊമൈനിൽ നിന്ന് ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻറ്റ് ഇവിടെ കിട്ടി, അതിൻ്റെ ഇമേജ് നമുക്ക് എക്സ് വൈ ആയിട്ട് തന്നെ ലാസ്റ്റ് വന്നു. ഹെൻസ് എഫ് ഈസ് ഓൺട്. വേണമെന്നുണ്ടെങ്കിൽ therefore for any y belongs to b cross a there exists an element in a cross b such that f of x equal to i. അങ്ങനെയൊക്കെ എഴുതി കഥകളൊക്കെ എഴുതി കൊടുക്കാം, അല്ല ഇത്ര എഴുതിയാലും കംപ്ലീറ്റ് ആയി. അപ്പോൾ 1 ആണെന്നും 2 ആണെന്നും പ്രൂവ് ചെയ്തു. ലാസ്റ്റ് therefore f is a bijection അങ്ങനെ എഴുതി അവസാനിപ്പിക്കുക. ഓക്കെ.